ക്യാമറകൾ ഉണ്ടായിരുന്നത് ഭാഗ്യം. അല്ലെങ്കിൽ ഇന്നിപ്പോൾ നിലമ്പൂരിൽ അടി പൊട്ടിയേനെ. ഒന്ന് മുന്നണിക്കാരനാകാൻ നടക്കുന്ന വ്യക്തി, മറ്റൊന്ന് ആ മുന്നണിക്കാരൻ. ഇവർ തമ്മിലുള്ള മാനസിക പൊരുത്തം ഒന്ന് കാണേണ്ടിയിരിക്കുന്നു. പരസ്പരം രാഷ്ട്രീയമായി വിമർശിക്കുന്നതൊക്കെ ഓക്കെ, പക്ഷേ തെരഞ്ഞെടുപ്പിൻ്റെ പോളിംഗ് ദിനത്തിൽ നിലമ്പൂരിൽ PV അൻവറിനെ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായ ആര്യാടൻ ഷൗക്കത്ത് കാണാൻ വന്ന സന്ദർഭത്തിൽ ഒരു കോൺഗ്രസ്സുകാരൻ എങ്ങനെയാണ് എന്ന് കൃത്യമായിട്ട് മറ്റൊരു കോൺഗ്രസ്സുകാരനായിട്ടുള്ള PV അൻവറിന് അറിയാം. അതുകൊണ്ട് ഒരു മുൻകൂർ ജാമ്യം ഇറക്കുകയാണ്. അതെ, കെട്ടിപ്പിടിക്കല്ലേ. അതിൻ്റെ അർത്ഥം എന്താണ്? കോൺഗ്രസ്സുകാരുടെ ഒരു സ്ഥിരം ശൈലിയാണ് ക്യാമറകളെ കൊണ്ട് നിർത്തിയിട്ട് ഇനി ഏത് വിഷപ്പാമ്പിനെ വേണോ കെട്ടി അങ്ങ് പിടിച്ച് ഞങ്ങളെല്ലാം മച്ച ആണെന്ന് വരുത്തി തീർക്കാൻ ശ്രമിക്കും. പക്ഷേ അൻവറിനെ സംബന്ധിക്കുന്നിടത്തോളം മാപ്രകളിലൂടെ ആ ഒരു രീതി അവലംബിച്ചാൽ താൻ പരിപൂർണമായി തീർന്നു എന്ന് തിരിച്ചറിയാവുന്നതുകൊണ്ടും ഇന്നത്തെ ദിവസം ആ കെട്ടിപ്പിടുത്തം ഉണ്ടാക്കാൻ പോകുന്ന ഇമ്പാക്റ്റ് എന്താണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ടും ഷൗക്കത്തിൻ്റെ കുറച്ച് വോട്ട് പിടിക്കുക എന്ന ലക്ഷ്യത്തിൽ ഉറച്ചു നിൽക്കുന്ന അൻവർ അങ്ങനെ അത് ബ്ലോക്ക് ചെയ്തതിന് ശേഷം രണ്ട് വഴിക്ക് എസ്കേപ്പ് ആവുകയാണ്. പക്ഷേ രണ്ടുപേരുടെ വഴിയിലും ക്യാമറ കൃത്യം പൊസിഷൻ കൊടുത്തു, രണ്ടുപേരും വരുന്നു. പക്ഷെ അവിടെ വെച്ചൊരു നാടകം കളിക്കാമെന്ന് വിചാരിച്ചെടുത്ത് അൻവർ അപകടം മണത്താണ് പയ്യ കാല് വാരിയത്, അല്ലെങ്കിൽ സ്ലിപ്പായി മാറിയത്. എന്തായാലും മുന്നണിയിലോട്ടൊക്കെ അങ്ങ് ചെന്നാൽ മതി. നല്ല സൗഹാർദ്ദപരമായിരിക്കും. നിലമ്പൂരിൽ തന്നെ പരസ്പര ധാരണയോടുകൂടി അടുപ്പത്തോടുകൂടി ഒരേ മനസ്സായിട്ട് ഇവർ വരുന്ന തെരഞ്ഞെടുപ്പിലും പ്രവർത്തിക്കുമെന്ന് ഉറപ്പാണ്. അതുകൊണ്ട് ഈ പരസ്പര സ്നേഹം നിലമ്പൂരിലെ UDFനെ സംബന്ധിക്കുന്നിടത്തോളം എക്കാലത്തും ഗുണമായി മാറാനുള്ള സാഹചര്യമുണ്ടെന്ന് തെളിയിക്കുകയാണ്. ഒരുപക്ഷെ ഷൗക്കത്തിനെതിരെ ഇത്രയും ദിവസം മാധ്യമങ്ങളിലൂടെ PV അൻവർ നടത്തിയിട്ടുള്ള പരാമർശങ്ങൾ കേട്ടിട്ട് ആ നിൽക്കുന്ന വഴി പോകാതിരിക്കുന്നതായിരുന്നു ഷൗക്കത്തിന് അന്തസ്. പക്ഷേ എന്ത് അന്തസ്! പാണക്കാട് തങ്ങളെ തെറി വിളിച്ചിട്ട് അവിടെ പോയി കെട്ടിപ്പിടിച്ചില്ലേ, കാല് തൊട്ട് വന്ദിച്ചില്ലേ, ലീഗിൻ്റെ കൊടിയെ പുലഭ്യം പറഞ്ഞിട്ട് അതേ ലീഗിൻ്റെ കൊടി ഉയർത്തിപ്പിടിച്ചില്ലേ. ഇങ്ങനെ എത്ര നാടകങ്ങൾ. ആ നാടക രാഷ്ട്രീയം തന്നെയാണ് ഇവിടെ അദ്ദേഹം ഇറക്കാൻ ശ്രമിച്ചത്. പക്ഷേ വേണ്ടത്ര ഒത്തില്ല, തേഞ്ഞുപോയി എന്നുള്ളതാണ് വസ്തുത.